നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഒരിക്കലും കോഴിക്കോട് വന്നാൽ ആർക്കും വരാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് അല്ലെ? എവിടെയായിരിക്കും പ്രേക്ഷകർ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും? എവിടെയാണ്? മിഠായി തെരുവിലാണ്. ഈ മിഠായി തെരുവ് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റീന, കോഴിക്കോട് സൗത്തിന്റെ പൾസ് അറിയണമെങ്കിൽ നമ്മൾ ഈ മിഠായി തെരുവിലൂടെ ഒന്ന് നടക്കണം. ഇവിടുത്തെ ആളുകളോട് നമ്മൾ സംസാരിക്കണം. എന്താണ് ഇവരുടെ തിരഞ്ഞെടുപ്പ് ചിന്തകൾ, അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ എന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ എന്തൊക്കെയാണ് ഈ വോട്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത്? വികസനമാണോ അതോ പുതുമുഖത്തിന് അവസരം കൊടുക്കണം എന്നാണോ? വികസനത്തിൽ തന്നെയല്ലേ നിൽക്കണേ പൊതുവെ. പിന്നിപ്പോ എന്താണ്, ഇനിയിപ്പോ കോൺഗ്രസ്സുകാർ പറഞ്ഞ ഒരു ജയിക്കുമെന്ന്, ഇടതുപക്ഷം പറഞ്ഞ ഒരു ജയിക്കുമെന്ന്, അങ്ങനെ നിൽക്കണ്ടേ. PV അൻവറിന് സാധ്യതയുണ്ടോ? അത് പ്രയാസമായിരിക്കും. ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു സാധ്യത എങ്ങനെയാണ്? ആർക്കാണ് സാധ്യത? മുഹമ്മദ് റിയാസിനാണോ? നിലവിലുള്ള MLA തന്നെ ജയിക്കും. മുഹമ്മദ് റിയാസ് തന്നെ ജയിക്കും. കാരണം എന്താണ്? കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അവിടെ റോഡുകളൊക്കെ വളരെ ഗംഭീരമാണ് ബേപ്പൂർ മണ്ഡലത്തിലുള്ള. ഏത് പാർട്ടി അധികാരത്തിൽ വരണം എന്നാണ് കേരളത്തിലാണ്? എന്നെ സംബന്ധിച്ച് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരന് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം, ഏത് പാർട്ടി ആയാലും. നിലവിലുള്ള ഭരണത്തിൽ തൃപ്തനാണോ? അല്ല. എന്താണ് കാരണം? ഇവിടെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, എല്ലാ പ്രശ്നങ്ങളും നാൾക്ക് നാൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇടതുപക്ഷം എന്ന് വിചാരിച്ചാൽ സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന പക്ഷം എന്നാണ് ഇതുവരെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിശ്വാസം. പക്ഷേ ഇന്ന് പിണറായി 10 വർഷം ഭരിച്ചതിന് ശേഷം നടപ്പാക്കുന്ന നയങ്ങളെല്ലാം കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന അതേ വലതുപക്ഷ നയങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ തനി വലതുപക്ഷ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞ് ചെങ്കൊടി പിടിക്കുന്നുണ്ട്, തൊഴിലാളി വർഗം പ്രസംഗിക്കുന്നുണ്ടല്ലാതെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും നടപ്പാക്കുന്ന എല്ലാം ഒരേ നയങ്ങളാണ്. അത്രയും വലിയ പരസ്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ മയക്കുന്ന രീതിയിലാണ് പരസ്യങ്ങൾ, അത്രയും കോടികൾ ചെലവാക്കിയിട്ട് പരസ്യങ്ങൾ. BJP ഒരു മാറ്റം കൊണ്ടുവരും എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുള്ള ഉറപ്പല്ലേ? ഇത്തവണ നമ്മുടെ നിയമസഭയിലെ BJPക്ക് അംഗങ്ങൾ ഉണ്ടാവുമെങ്കിൽ എത്ര പേര് കാണും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങളൊരു 18 പേരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 18 പേര്. ഇത്രയും 10 വർഷം കൊണ്ട് ഏറ്റവും മോശം ഭരണം തന്നെയാണ് LDF കാഴ്ചവെച്ചത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു നമ്മളവരെ കയറ്റി ഇരുത്തിയത്. പക്ഷെ അതൊക്കെ തകിടം മറിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഭരണത്തിൽ വന്നിരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് തന്നെ നോക്കുകയാണെങ്കിൽ അഴിഞ്ഞാട്ടല്ല അവിടെ നടക്കുന്നത് മുഴുവനോ. പിന്നെ പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എല്ലാത്തിനും പൈസ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തണമെങ്കിൽ BJP തന്നെ വരണം. അതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതന്നെയാണ് വരേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ നിന്നൊരു മാറ്റം വരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ ഇവർ രണ്ടു കൂട്ടരും ഭരിച്ചില്ലേ, ഇപ്പൊ ഒരു പുതിയ ഭരണം വരട്ടെ. അപ്പൊ അതാണ് ഇവിടെ മിഠായി തെരുവിലെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഭരണമാറ്റം വരണ്ട, ഇപ്പോഴത്തെ ഭരണത്തിൽ സംതൃപ്തരാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പം മൊത്തത്തിൽ കൺഫ്യൂസിംഗ് ആണ്. ചോദിക്കുന്നവരുണ്ട്, ഇതിൽ കുറവേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗമുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.